ഗുരുദേവ കഥകൾ വായിച്ച നിങ്ങൾക്ക് ആ കഥകളിലെ ഏതാനും ചില കാര്യങ്ങളെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം ജനനം മുതൽ മഹാസമാധി വരെ 5 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ 33 ചിത്രങ്ങളായി ചോറ്റാനിക്കരയിലെ സുധർമ്മ ഗിരിജൻ വരച്ചു കാണിച്ചിരിക്കുന്നു. ആദ്യമായി വിഘ്നങ്ങൾ തീർക്കുന്ന വിനായകനെ നമിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ രചനയിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രചനയാണ് വിനായകാഷ്ടകം. ഗണപതിയെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങളുള്ള ഒരു മഹത്തായ കാവ്യമാണ് ഇത്. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ വിനായകാഷ്ടകം എല്ലാ ഗണപതി ഭക്തന്മാരെയും തീർച്ചയായും ആകർഷിക്കുന്നു. വിനായകാഷ്ടകത്തിൻ്റെ വളരെ ലളിതവും നിത്യപ്രാർത്ഥനാ രൂപത്തിലുള്ളതുമായ ഒരു ആലാപനം ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ചെമ്പഴന്തിയിലെ ഗുരുദേവ ഗൃഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ അവതാരം കൊണ്ട് പവിത്രമായ വയൽവാരം വീടും ചെമ്പഴന്തി ഗ്രാമവും ഇന്ന് അത്യന്തം പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. ചെമ്പഴന്തി ഗ്രാമത്തിലെ മണയ്ക്കൽ എന്ന പ്രദേശത്താണ് വയൽവാരം വീട്. ഗുരു ജനിച്ച വീട് 3 മുറികളുള്ള ഒരു ചെറു ഗൃഹമാണ്. ചുറ്റും അഴിയടിച്ച നിരക്കൂട്, കളിമണ്ണും കല്ലും കുഴച്ചു കെട്ടിപ്പടുത്ത അടിത്തറ, ഓലമേഞ്ഞ വീട്, ചെറിയ കതകുകൾ. കിഴക്ക് പടിഞ്ഞാറായുള്ള ആ ഗൃഹത്തിൽ പടിഞ്ഞാറേ അറ്റം മുറിക്ക് വടക്കോട്ട് മാത്രം വാതിൽ, അകത്ത് ഒരു വാതിൽ. തല കുനിച്ചു മാത്രം ആർക്കും ഇതിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ, അത്രയ്ക്കും ചെറിയ വാതിൽ. വയൽവാരം എന്ന ഈ ചെറിയ ഗൃഹം പലവരും തൊട്ടു വന്നിക്കാതെയും പല പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാതെയും ആരും ആ ഗൃഹത്തിൽ പ്രവേശിക്കാറില്ല തന്നെ. ഗൃഹത്തിന് ചുറ്റി ഇപ്പോൾ കാണുന്ന അരമതിൽ മുമ്പുണ്ടായിരുന്ന ഉയർന്ന മൺഭിത്തികളുടെ സ്ഥാനത്ത് തന്നെയാണ്. ഗുരുമന്ദിരത്തിന്റെ വടക്കോട്ട് മാത്രം വാതിലുകളുള്ളതും എല്ലാറ്റിലും ചെറുത് അടുക്കളയെന്ന് ഗ്രഹിക്കാവുന്ന പടിഞ്ഞാററ്റമുള്ള മുറിയിലാണ് ഗുരു ജനിച്ചത്. ആ മുറി, ആ വിശ്വവന്ധ്യപാദങ്ങൾ ഇളം പ്രായത്തിൽ ചവിട്ടി പാദപാംസുക്കൾ ഈറ്റ് പരിശുദ്ധമായത്. പരിപാവനമായ പരിസരം ആകെ കൂടെ നമുക്ക് സ്വർഗാനുഭൂതി നൽകുന്നു. എന്തെല്ലാം വിചാര വായ്പകൾ നമുക്ക് ജനിപ്പിക്കുന്നു. വയൽവാരം പറമ്പിന്റെ വടക്ക് വശം ഇന്നും കുറേയേക്കർ സ്ഥലം വയല് തന്നെയാണ്. ചുറ്റും ഗ്രാമഭംഗി തിളങ്ങുന്ന ഈ പ്രദേശം ഫലഭൂവിഷ്ടവുമാണ്. ഗുരുഭവനത്തിന് തൊട്ട് കിഴക്കുള്ള കൃഷിക്ക് ഉപയുക്തമായ ചെങ്കൽ പ്രദേശങ്ങൾ കാണാൻ കൂടുതൽ ഭംഗിയുണ്ട്. വടക്ക് വശം ഒട്ടേറെ അകന്ന പ്രദേശങ്ങൾ കുറ്റിക്കാടുകളും വനങ്ങളും ചേർന്ന ഒരു സാമാന്യ വനപ്രദേശമായിരുന്നു. ഇന്നവിടെ 1ാം ഗ്രേഡ് കോളേജുകളും വിദ്യാലയങ്ങളും ഉയർന്ന സമൃദ്ധിയുള്ള വീടുകളുമുണ്ട്. ഗുരു അവതാരം. ശ്രീനാരായണ ഗുരു കൊല്ലവർഷം 1030 ആണ്ട് ചിങ്ങമാസം 14 തീയതി, ഇംഗ്ലീഷ് മാസം 1855 ഓഗസ്റ്റ് 28 ചതയം നക്ഷത്രത്തിൽ പ്രഭാതം കഴിഞ്ഞ് സൂര്യകിരണം വീണു തുടങ്ങവേ വയൽവാരം ഭവനത്തിൽ അവതരിച്ചു. 3 മുറിക്കുരവ വയൽവാരത്ത് ഭവനത്തിൽ അടർന്നു വീണു. അന്തരീക്ഷത്തിൽ അത് മുഴങ്ങി. ദിഗന്ധങ്ങളിൽ അതിന്റെ പ്രതിധ്വനി വ്യാപിച്ചു. ഓണാഘോഷകാലമാണെങ്കിലും ഇത് ഓണാഘോഷക്കുരവയല്ല. വയൽവാരത്ത് ഭവനത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു എന്നുള്ള വിളംബരമാണ് ഈ സ്തുതിഗീതം. വിശ്വവിഖ്യാതമാകും ഗജകേസരി യോഗം മുഗ്ധപീയൂഷ രശ്മി ദൃഷ്ടിയാൽ ചേർക്കമൂലം എന്ന് തുടങ്ങുന്ന ഗുരുദേവ ഗ്രഹനില വിവരണം ഇങ്ങനെ പോകുന്നു. ഉത്തമം അഖണ്ഡ സാമ്രാജ്യശ്രീ കർത്തരിയും പാശവും സർവശാസ്ത്ര സമ്പന്നം രാജയോഗം പാവനമേവം മഹാസംയോഗ സമ്പൂർത്തി പാർത്താൽ ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും വിജ്ഞാനവും ആർജവം പടുത്വവും ഉത്സാഹം വിജയവും അമ്പരത്തോളം വളർന്നുള്ളൊരു സൽകീർത്തിയും അംബുജേക്ഷണനൊത്ത വീര്യവും വിളങ്ങിടും എന്നിങ്ങനെ അവസാനിക്കുന്നു. ഗുരുദേവന്റെ ഗൃഹനില നിശ്ചയിച്ച് അത് രേഖപ്പെടുത്തിയതും മേലുദ്ധരിച്ച വിധം അതിന് വിവരണം നൽകിയതും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. ചരിത്രപുരുഷന്റെ ജനനം മഹാബലി ചക്രവർത്തിയുടെ തിരിച്ചെഴുന്നള്ളത്ത് ദിവസമാണ്. ഉത്രാടം ഓണസദ്യയ്ക്ക് മഹാബലി വരിക, ചതയൻ നാൾ വിട പറഞ്ഞു പോവുക. ഇതാണല്ലോ വിശ്വാസം.
മഹാപുരുഷൻ മഹാബലിയുടെ തിരോധാന സമയത്ത് കേരളത്തിൽ അവതരിച്ചു. മഹാബലിയെ യാത്രയയക്കുക, പ്രതിപുരുഷനെ സ്വാഗതം ചെയ്യുക. ആനന്ദ നൃത്തം, വാദ്യഘോഷം, കുരവ, ആർപ്പ് മുതലായ മംഗളധ്വനികളും കേരളം മുഴുവൻ അലയടിച്ചു. വയൽവാരത്ത് ഭവനത്തിൽ ജനിച്ച കുഞ്ഞ് കരയുന്നില്ല. എന്താണ് കുട്ടി കരയാത്തത്? എല്ലാവർക്കും പരിഭ്രമമായി. അച്ഛനെ അറിയിച്ചു. അമ്മാവന്മാരും അറിഞ്ഞു. കുലത്തിന് ഊന്നമായ ജന്മമാണ്. സന്തോഷാതിരേകത്താൽ കഴിഞ്ഞവർ ആകെ പരിഭ്രമിച്ചു. എന്താ കുഞ്ഞു കരയാത്തത്? പരിശോധനയിൽ കുഞ്ഞിന് ചലനമുണ്ട്. പൊക്കിൽ കൊടി മുറിക്കുക തുടങ്ങി സാധാരണ രീതിയിൽ മറ്റെല്ലാ സംഗതികളും നടന്നു. കുറേ സമയമായിട്ടും കുഞ്ഞു കരയുന്നില്ല. മുലപ്പാലിന് വേണ്ടിയൊന്ന് ഞരങ്ങുക, അതുമില്ല. മുല കുടിക്കും, ഞരങ്ങലും ഏങ്ങലുമില്ല എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് സഹജമായ ആവക സ്വഭാവങ്ങളൊന്നും ഈ കുഞ്ഞിന് കണ്ടില്ല. ഇതിൽ നിന്നെല്ലാം എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? കർമ്മങ്ങൾ ഏതും നടന്നു, ഒന്നിനോടും ഒരു ബന്ധവുമില്ല. അതെ, പൂർണ്ണമായും ബന്ധവിമുക്തനായ ഒരു മഹാത്മാവ് ഉദയം ചെയ്തിരിക്കുന്നു. കരയാത്ത കുഞ്ഞിന്റെ കഥ അന്ന് ചെമ്പഴന്തിയിലും അടുത്ത പ്രദേശത്തുമുള്ള ജനങ്ങൾക്ക് അത്ഭുതമുളവാക്കിയ ഒരു മഹാസംഭവമായിരുന്നു.